ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 29. മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട. വനമലർ കൊയ്തും അതല്ലയായിൽ മായ മനൂരു വിട്ടും ഇരിക്കിൽ മായ മാറും. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 29. മനസ്സാകുന്ന പൂക്കൾ ഇറുത്ത് കൊണ്ടുവന്ന് മഹേശ്വരനെ പൂജിക്കുന്ന സ്വഭാവമുള്ള മനുഷ്യന് ഈ തുര്യബോധം ഉണ്ടാകുന്നതിനായി പ്രയത്നം ചെയ്യേണ്ടതില്ല. അല്ലെങ്കിൽ കാട്ടിലെ പൂക്കളിറുത്ത് അർപ്പിച്ചും അതുമല്ലെങ്കിൽ മായാമന്ത്രം ഉരുവിട്ട് ജീവിക്കുകയാണെങ്കിലും മായ മാറി തുര്യബോധം ഉണ്ടാകും. നമ്മിലെ മായാമോഹം ഇല്ലാതാക്കുന്നതിന് ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സങ്കല്പങ്ങളെയും ബുദ്ധിയെയും ഇച്ഛകളെയും മഹേശ്വരന്റെ സങ്കല്പങ്ങൾ, ബുദ്ധി, ഇച്ഛകൾ എന്നിവയിൽ നിന്ന് അന്യമല്ലാതാക്കി തീർക്കുക. മഹേശന്റെ സങ്കല്പങ്ങൾ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ സങ്കല്പങ്ങൾ, മഹേശന്റെ ബുദ്ധി തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ബുദ്ധി, മഹേശന്റെ ഇച്ഛ തന്നെ ആയിരിക്കട്ടെ നമ്മുടെ ഇച്ഛ. ഇതൊരു നിരന്തര സാധനയായി എടുക്കണം. എന്നാൽ സങ്കല്പ പൂജ എല്ലാവർക്കും സാധിച്ചെന്ന് വരില്ല. ബാഹ്യപൂജ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് സാധാരണ പൂക്കൾ കൊണ്ട് പൂജ ചെയ്യാമെന്ന് ഗുരു നിർദ്ദേശിക്കുന്നുണ്ട്. മൂന്നാമതും ഗുരു പറയുന്നത് മനനയോഗ്യമായ മന്ത്രങ്ങൾ, അതായത് മായാമന്ത്രം ഉരുവിട്ടും മായയെ അകറ്റാം. അവനവൻ ഇഷ്ടമുള്ള മന്ത്രങ്ങൾ എടുക്കാം. തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ എന്നീ മഹാവാക്യങ്ങളും അവയെ ഉൾക്കൊള്ളുന്ന ഉപനിഷത്തുകളും നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതാണ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.